ഹലോ ഫ്രണ്ട്സ്, കാണ്ട്, വോണ്ട്, ഡോണ്ട് എന്താണ് ഈ പ്രയോഗങ്ങളുടെ അർത്ഥം? വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം കാണ്ട്. കനോട്ട് എന്നതിന്റെ ചുരുക്കരൂപമാണ് കാണ്ട്. ഐ കാണ്ട് സീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ അവന് നടക്കാൻ കഴിയുന്നില്ല എന്നെങ്ങനെ പറയും? ഹീ കാണ്ട് വാക്ക്, അല്ലേ? ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണെങ്കിലോ? വി കാണ്ട് സ്ലീപ്പ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നു പറയാനാണ് നമ്മൾ കാണ്ട് എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. അടുത്തത് വോണ്ട്. വോണ്ട് എന്നത് വിൽ നോട്ട് എന്നതിൻ്റെ ചുരുക്കമാണ്. ഐ വോണ്ട് കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ വരില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ അവൻ സംസാരിക്കില്ല എന്നെങ്ങനെ പറയും? ഹീ വോണ്ട് ടോക്ക്, അല്ലേ? അവന് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? ഹീ കാണ്ട് ടോക്ക്. ഇനി അവൾ അത് ചെയ്യില്ല, അതെങ്ങനെ പറയും? ഷീ വോണ്ട് ഡു ദാറ്റ്. അവൾക്കത് ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിലോ? ഷീ കാണ്ട് ഡു ദാറ്റ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ നമ്മൾ കാണ്ട് എന്ന പ്രയോഗവും ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയാനായിട്ട് വോണ്ട് എന്ന പ്രയോഗവും ഉപയോഗിക്കുന്നു. അവസാനമായിട്ട് ഡോണ്ട്. ഡോണ്ട് എന്നത് ഡു നോട്ട് എന്നതിൻ്റെ ഹ്രസ്വരൂപമാണ്. ഐ ഡോണ്ട് ഈറ്റ് നോൺ വെജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നോൺ വെജ് കഴിക്കാറില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ 10 മണിക്ക് മുമ്പ് ഉറങ്ങാറില്ല എന്നെങ്ങനെ പറയും? വി ഡോണ്ട് സ്ലീപ്പ് ബിഫോർ 10 o'clock. അവർ പുറത്തു വരാറില്ല, അതെങ്ങനെ പറയും? ദേ ഡോണ്ട് കം ഔട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനാണ് നമ്മൾ ഡോണ്ട് എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. എന്നാൽ അവൾ നോൺ വെജ് കഴിക്കാറില്ല എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിലോ? ഷീ ഡോണ്ട് ഈറ്റ് നോൺ വെജ് എന്നല്ല, പിന്നെയോ ഷീ ഡസിൻറ്റ് ഈറ്റ് നോൺ വെജ് എന്ന് വേണം പറയാൻ. അതുപോലെ അവൻ 10 മണിക്ക് മുമ്പ് ഉറങ്ങാറില്ല എന്ന് പറയാനോ? ഹീ ഡോണ്ട് സ്ലീപ്പ് എന്നല്ല, ഹീ ഡസിൻറ്റ് സ്ലീപ്പ് ബിഫോർ 10 o'clock എന്നും വേണം പറയാൻ. ഇറ്റ്സ്, ഇറ്റ്സ്, ഈസിൻറ്റ് എന്താണ് ഈ പ്രയോഗങ്ങളുടെ വ്യത്യാസം? അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം. അതുവരേക്കും ബൈ ബൈ.